വലിയ നഷ്ടം വന്നു. വൈദ്യുതി നിരക്ക് വർധന അനിവാര്യമായി. അതിനാൽ നിരക്ക് കൂട്ടുന്നു. ഇതാണ് വൈദ്യുതി ബോർഡ് കേരളത്തിലെ ഉപയോക്താക്കളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 2 പതിറ്റാണ്ടിലേറെയായി വൈദ്യുതി ബോർഡിനെ വിടാതെ പിടികൂടുന്ന ഡിജോ കാപ്പനെ പോലുള്ള വിവരാവകാശ പ്രവർത്തകർ പറയുന്നു. KCB 2022-23 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലും പുറത്തുവിട്ടിട്ടില്ല. പിന്നെ എങ്ങനെ നഷ്ടക്കണക്ക് വിശ്വസിക്കുമെന്ന്. ന്യൂസ് മലയാളം KCB ലിമിറ്റഡിന്റെ 2022-23 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രമല്ല, ഈ നഷ്ടക്കണക്ക് പറയാൻ കാരണമായ 2023-24 അൺഓഡിറ്റഡ് അക്കൗണ്ടുകളും ഇതാ പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കുകയാണ്. ഒട്ടും സസ്പെൻസ് നിലനിർത്താതെ തന്നെ തെളിച്ച് കാര്യം പറയാം. KCBക്ക് 2022-23 മാത്രമല്ല 2023-24 ഉണ്ടായ നഷ്ടത്തിന് കാരണം നല്ല ഒന്നാന്തരം കയ്യിലിരിപ്പാണ്. CAGയും റെഗുലേറ്ററി കമ്മീഷനുകളും എവിടെയാണ് നഷ്ടമെന്ന് ചികഞ്ഞ് പപ്പും പൂടയും പറിച്ച് മുന്നിൽ നിർത്താൻ നടത്തുന്ന മത്സരങ്ങളുടെ രക്തസാക്ഷി കൂടിയാണ് KCB. KCBയുടെ നഷ്ടത്തിന്റെ ഒന്നാമത്തെ കാരണം വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ദീർഘകാല കരാർ റദ്ദാക്കിയതാണ്. 25 വർഷം കൊണ്ട് 5926 കോടി നഷ്ടമുണ്ടാകുമെന്ന് പറഞ്ഞ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കിയതാണ് കരാർ. ആ കരാർ ഇല്ലാതായതോടെ ഒരൊറ്റ വർഷം കൊണ്ട് KCBക്ക് നടത്തേണ്ടി വന്ന അധിക വാങ്ങൽ 2130 കോടി 9 ലക്ഷം രൂപയുടേതാണ്. ഇക്കണക്കിന് 25 വർഷം വാങ്ങിയാൽ നഷ്ടം 50,000 കോടിയാകും. 5926 കോടി ലാഭിച്ചു എന്ന് തുള്ളിച്ചാടിയ റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങൾ തൽക്കാലം പുതുപ്പള്ളിയിലെ സെമിത്തേരി വഴിയും നിലമ്പൂർ മുക്കട്ട വലിയ ജുമാ മസ്ജിദ് വഴിയും പോകാതിരിക്കുന്നതാകും നല്ലത്. ഉമ്മൻചാണ്ടിയും ആര്യാടൻ മുഹമ്മദും ആ കരാർ നടപ്പാക്കിയത് വഴി ജിൻഡാലും ഛബുവ പവറും കേരളത്തിന് വൈദ്യുതി നൽകിയിരുന്നത് 4 രൂപ 50 പൈസയ്ക്കായിരുന്നു. അത് റദ്ദാക്കിയതോടെ അദാനിയിൽ നിന്നും ടാറ്റ പവറിൽ നിന്നും വാങ്ങിയതിന്റെ വില കേട്ടാൽ ജനത KCB ആസ്ഥാനത്തിന്റെ ഫ്യൂസ് ഊരിക്കൊണ്ടുപോകും. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. വൈദ്യുതി ബോർഡിനെ നഷ്ടത്തിലാക്കിയത് ആരുടെ കാഞ്ഞ ബുദ്ധി? ഇതാ KCB നഷ്ടത്തിലേക്ക് എത്തിയതിന്റെ ആ കണക്കുകൾ. റദ്ദാക്കിയ കരാറുകൾ വച്ചിരുന്നത് ജിൻഡാൽ പവർ, ജിൻഡാൽ തെർമൽ പവർ, ഛബുവ പവർ എന്നീ 3 കമ്പനികളുമായാണ്. 25 വർഷത്തേക്ക് 4 രൂപ 50 പൈസയ്ക്ക് വർഷം 465 മെഗാവാട്ട് വീതം വൈദ്യുതി എത്തിക്കാനായിരുന്നു കരാർ. ഈ കരാർ മൂലം 25 വർഷം കൊണ്ട് 5926 കോടി രൂപ നഷ്ടമുണ്ടാകുമെന്നായിരുന്നു കണ്ടെത്തൽ. വർഷം വാങ്ങുന്നത് 465 മെഗാവാട്ട് അഥവാ 4,65,000 കിലോവാട്ട്. റദ്ദാക്കിയ കരാറിൽ 1 കിലോവാട്ടിനുണ്ടായിരുന്നത് 4 രൂപ 50 പൈസ. ഈ കരാർ റദ്ദാക്കിയ ശേഷം 2023 ഓഗസ്റ്റ് മുതൽ 2024 മാർച്ച് മാസം 31-ാം തീയതി വരെ വാങ്ങിയ മുഴുവൻ വൈദ്യുതിയുടെയും കണക്ക് ന്യൂസ് മലയാളം ഇതാ പുറത്തുവിടുകയാണ്. ഓഗസ്റ്റിൽ ടാറ്റ പവർ, അദാനി എന്നിവയിൽ നിന്നും 220 മെഗാവാട്ട്, അത് കിലോവാട്ടിന് 5 രൂപ 23 പൈസ നിരക്കിൽ. ഓഗസ്റ്റിൽ മാത്രം 2.2 ലക്ഷം യൂണിറ്റാണ് 70 പൈസ അധികം നൽകി വാങ്ങേണ്ടി വന്നത്. ആദ്യ മാസം മാത്രമായിരുന്ന കരാർ തുകയേക്കാൾ 70 പൈസ കൂടുതൽ നൽകിയപ്പോൾ ലഭിച്ചത്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ 6 രൂപ 34 പൈസ വരെ നൽകിയാണ് വാങ്ങേണ്ടി വന്നത്. ഏതാണ്ട് 2 രൂപയുടെ അടുത്തുള്ള തുകയാണ് ഓരോ യൂണിറ്റിനും അധികം നൽകിയത്. അതായത് KCBക്ക് 25 വർഷം കൊണ്ട് എത്ര നഷ്ടമുണ്ടാകുമെന്ന് ആരോപിച്ചാണ് റെഗുലേറ്ററി കമ്മീഷൻ കരാർ റദ്ദാക്കിയത് എന്ന് നോക്കാം. അത് 5926 കോടി രൂപയാണ്. അതിന്റെ പകുതി തുകയുടെ നഷ്ടം കരാർ റദ്ദാക്കിയ ആദ്യ വർഷം തന്നെ സംഭവിച്ചു കഴിഞ്ഞു. നഷ്ടം കണക്കാക്കാൻ ആ കരാറിൽ ഇനിയും 20 വർഷം കൂടി കിടക്കുകയാണ്. അപ്പോൾ ശരിക്കും എത്രയാണ് കഴിഞ്ഞ 2 വർഷത്തെ നഷ്ടം? പൊതുസമക്ഷം ഇല്ല എന്ന് പറയുന്ന 2022-23 ഓഡിറ്റ് കണക്കിതാ പൂർണ്ണമായും ഇവിടെ കാണാം. 334 പേജുള്ള ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ 162-ാമത്തെ പേജിൽ പറയുന്നുണ്ട് ആ നഷ്ടം. 2021-22 115 കോടി 57 ലക്ഷം ലാഭമുണ്ടാക്കിയ വൈദ്യുതി ബോർഡ് 2022-23 1023 കോടി 62 ലക്ഷം രൂപ നഷ്ടത്തിലാണ്. എങ്ങനെ ഈ നഷ്ടം വന്നു? വൈദ്യുതി വാങ്ങാൻ മുൻ വർഷത്തേക്കാൾ 2700 കോടി കൂടുതൽ ചെലവഴിച്ചു. 8532 കോടി രൂപയ്ക്കാണ് 2021-22 വൈദ്യുതി വാങ്ങിയതെങ്കിൽ 2022-23 11,240 കോടി രൂപയ്ക്കാണ് വാങ്ങിയത്. അതുകൊണ്ടാണോ നഷ്ടമുണ്ടായത്? അല്ലെന്ന് പറയാൻ കാരണം കൂടുതൽ വിലയ്ക്ക് വാങ്ങിയ അത്രയും തുക പൊതുജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ എങ്ങനെ ഈ നഷ്ടം വന്നു?
ലോകത്തൊരിടത്തുമില്ലാത്ത ഒരിനം നമ്മുടെ KSEBയുടെ കണക്ക് പുസ്തകത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതാണ് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ. മൂലധന ആസ്തിക്ക് ഓരോ വർഷവും ഉണ്ടാകുന്ന തേയ്മാന കിഴിവ് അതത് വർഷം കണക്കാക്കിയാണ് ലോകത്തെല്ലായിടത്തും ധനകാര്യ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നത്. ഈ വർഷം 1 കോടിക്ക് വാങ്ങുന്ന ഉൽപ്പന്നത്തിന് അടുത്ത വർഷം 85 ലക്ഷമാകും മൂല്യം. അതിന്റെ അടുത്ത വർഷം 12.5 ലക്ഷം കൂടി കുറഞ്ഞ് 72.5 ലക്ഷമാകാം. ഇങ്ങനെ KSEBയുടെ ആസ്തിയിൽ കണക്കാക്കേണ്ടിയിരുന്ന 16,150 കോടിയുടെ ഡിപ്രീസിയേഷൻ കുറച്ചിട്ടില്ല എന്ന് CAG കണ്ടെത്തി. അത് ഘട്ടം ഘട്ടമായി കുറയ്ക്കുന്നതിന്റെ ഭാഗമായി 565 കോടി 59 ലക്ഷം രൂപ 2022-23 കുറച്ചു. അതാണ് 2022-23 നഷ്ടത്തിന് പകുതി കാരണം. ഫലത്തിൽ KSEBയുടെ പിടിപ്പുകേട് കൊണ്ടുണ്ടായ ഡിപ്രീസിയേഷൻ കണക്കിന്റെ പിഴ പോലും പൊതുജനത്തിന്റെ തലയിൽ ഇടുത്തിയായി വന്നു. ഈ അയഥാർത്ഥ കണക്കുകളാണ് നിരക്ക് കൂട്ടാൻ ഉപയോഗിച്ചത്. വൈദ്യുതി ബോർഡിനുണ്ടാകുന്ന റവന്യൂ ഗ്യാപ്പ് അഥവാ വരുമാന വിടവ് സംസ്ഥാന സർക്കാർ നികത്തണമെന്നാണ് വയ്പ്. 1927 കോടിയുടെ റവന്യൂ ഗ്യാപ്പ് കണക്ക് KSEB നൽകിയതിൽ 1110 കോടി 94 ലക്ഷം രൂപയും സർക്കാർ 2022-23 വർഷം നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ നാടുനീളെ നടന്ന് വൈദ്യുതി ബോർഡ്, വാട്ടർ അതോറിറ്റി പമ്പിംഗ് സ്റ്റേഷനുകളുടെ ഫ്യൂസ് ഊരി ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചില്ലേ? മനുഷ്യപ്പറ്റോടെ വെള്ളം എത്തിച്ചിരുന്ന ജല അതോറിറ്റി നൽകാനുള്ളതിൽ 1202 കോടി രൂപയും പലിശ സഹിതം സർക്കാർ കഴിഞ്ഞ വർഷം നൽകി. ശേഷിക്കുന്ന തുക 206 കോടി വീതമുള്ള 6 ഗഡുക്കളായി പലിശ കൂടി ചേർത്ത് നൽകുമെന്ന് സർക്കാർ അറിയിച്ചതുമാണ്. എന്നിട്ടും ധാർഷ്ട്യം കാണിക്കാനല്ലാതെ മറ്റെന്തിനാണ് നാടുനീളെ നടന്ന് ജല അതോറിറ്റി പമ്പിംഗ് സ്റ്റേഷനുകളുടെ ഫ്യൂസ് ഊരിയത്? വേറെയുമുണ്ട് വൈദ്യുതി മന്ത്രിയോടും KSEB ചെയർമാനോടും ഒരു പിടി ചോദ്യങ്ങൾ. എല്ലാ ആദിവാസി വാസസ്ഥലങ്ങളും വൈദ്യുതീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് ഇടുക്കി ജില്ലയിൽ മാത്രം 14 ഉന്നതികളിൽ ഇനിയും വൈദ്യുതി എത്തിയിട്ടില്ല. ഇതുപോലെ വയനാട്ടിലും പാലക്കാടും തൃശൂരും കണ്ണൂരും വൈദ്യുതി എത്താത്ത നിരവധി ആദിവാസി ഊരുകളുണ്ട്. എന്നിട്ടും 100% വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്ന് പറയുമ്പോൾ അല്പമെങ്കിലും മനസാക്ഷിക്കുത്തുണ്ടാകണ്ടേ? 4.5 രൂപയ്ക്ക് കിട്ടുമായിരുന്ന കരാർ റദ്ദാക്കുന്നതിൽ വൈദ്യുതി ബോർഡിലെ ഒരു വിഭാഗവും ഇറങ്ങിക്കളിച്ചില്ലേ? അതിനുശേഷം 6.5 രൂപ മുതൽ 10 രൂപ വരെ നൽകി വൈദ്യുതി വാങ്ങിയില്ലേ? അതിന് ചിലർക്കെങ്കിലും കമ്മീഷൻ കിട്ടിയില്ലേ എന്ന ചോദ്യത്തിനും വേണം ഉത്തരം. ഇന്റർസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ നിരക്ക് കഴിഞ്ഞ വർഷം 35 പൈസയിൽ നിന്നും 60 പൈസയായി വർദ്ധിപ്പിച്ചു നൽകി. അതും മന്ത്രിസഭ അറിഞ്ഞില്ല, റെഗുലേറ്ററി കമ്മീഷനും അറിഞ്ഞില്ല. പിന്നെ പൊതുജനത്തോട് പറയുന്ന പരിപാടി പണ്ടേ ഇല്ലല്ലോ. അദാനിയിൽ നിന്ന്, ടാറ്റയിൽ നിന്ന്, ജിൻഡാലിൽ നിന്ന്, NVVRൽ നിന്ന്, മണികരൻ പവറിൽ നിന്ന് വരെ വൈദ്യുതി വാങ്ങിയപ്പോൾ ഓരോ യൂണിറ്റിനും പഴയ കരാർ തുകയേക്കാൾ 4.5 രൂപ വരെ കൂടുതൽ. ഇന്റർസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ ചാർജ് യൂണിറ്റിന് 60 പൈസ. ഇങ്ങനെ അധികം കൊടുത്തുണ്ടാക്കിയ ഈ നഷ്ടമല്ലേ കേരളത്തിലെ പൊതുജനം പേറേണ്ടത്? അത് ഇങ്ങനെയല്ലേ എന്ന ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ട് പോകാൻ വൈദ്യുതി ബോർഡിനും മന്ത്രിക്കും മാത്രമല്ല റെഗുലേറ്ററി കമ്മീഷനും ബാധ്യതയുണ്ട്. ആ ഉത്തരം ഇപ്പോൾ പറഞ്ഞു പരിഹരിച്ചാൽ CAG വന്ന് ഇത് വലിച്ചുകീറി മുന്നിലിടുമ്പോഴുള്ള അസ്വസ്ഥതയ്ക്ക് ഒരു പരിശീലനമാകും. ഇതിനും അപ്പുറം വേറൊന്നും ഈ നിമിഷം പറയാനില്ല. ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം.